ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ അവനെ രക്ഷിക്കാൻ വേണ്ടി സിയോങ്ങിയെ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഓടിച്ചെന്ന് കാണും. അങ്ങനെ അദ്ദേഹം ഇവള് പോകുന്ന കണ്ട് ഗിന്നും ജീഹവും കൂടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവളെ ഫോളോ ചെയ്തു പോകും. അപ്പനാണ് ഇത് കണ്ട് വേറെ ചില പയ്യന്മാരാണ്, അയ്യോ സാറേ അതിന് അവൻ ഞങ്ങളുടെ ടീമല്ലേ, അവൻ വന്നില്ല ഞങ്ങൾ പോലും വിഷമിച്ചില്ല, ഇവരൊക്കെ എന്തിനു പോകുന്നു എന്നിന് അവരൊക്കെ അവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവർ രണ്ടുപേരും കൂടെ സിയോങ്ങിയെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവൾ അകത്തേക്ക് കയറിയതിനു ശേഷം ആ വീട് നല്ലോണം ലോക്കായി കിടക്കും. അതുകൊണ്ട് ഇവർക്കാണ് അകത്തേക്ക് കയറാൻ സാധിക്കത്തില്ല. അങ്ങനെ അടുത്തിരുന്ന പാറക്കല്ലൊക്കെ എടുത്ത് ജീഹ വാതിൽ പൊട്ടിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവനാണ് ആ കല്ല് കുറച്ചുപോലെ അനക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പാടിടുമ്പോഴാണ് ഗിന്നാണ് ഈസി ആയിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറി പോകും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ഡോർ ക്ലോസ് ആയത് ഉടനെ ഞാൻ എങ്ങനെ അവിടെ കയറിയിരുന്നെന്ന് പറഞ്ഞ് ജീഹ അവിടെ നിന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇവള് മറ്റവനെ രക്ഷിക്കുന്ന കണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് അവന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലും. കാരണം ഇവനറിയാം ഇവിടുത്തെ പ്രേതങ്ങളൊക്കെ ഇവൻ വന്ന സ്ഥിതിക്ക് ഇവനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ എന്നാലും ഇവൾക്ക് കൂട്ടിന് മനഃപൂർവ്വം അവനിപ്പോ ഇവിടേക്ക് വന്നയാ. അതുകൊണ്ട് അവളും ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവന് പറഞ്ഞുവിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതേസമയം അവൾക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ കിട്ടും. അതായത് മറ്റു യംവയാണ് ഗിന്നോടെ ഫോട്ടോ ഇതിനകത്തിട്ടും കുറെ മന്ത്രം പറഞ്ഞു കാണും. അങ്ങനെ അതുകൊണ്ട് അവളത് കണ്ടിട്ട് നിന്നോട് ഇത്രയും ക്രൂരതയ്ക്ക് അവൾ കാണിച്ചോന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ നിന്ന് ഷോക്കായി നോക്കുമ്പം കറക്റ്റ് അതേസമയം ആ വീട്ടിലുള്ള പ്രേതം ഇവന്റെ ബോഡിക്കകത്ത് കയറും. അങ്ങനെ ഇപ്പൊ ഗിന്നു സത്യത്തിൽ ഗിന്നു അല്ല, ഈ വീട്ടിലുള്ള പ്രേതമാണ് ഇപ്പൊ അവനുള്ള. അങ്ങനെ അത് കണ്ട് അവൾ ഷോക്കായിരിക്കുമ്പോഴാണ് അവന് കണ്ണാടിയിൽ ചെന്ന് നോക്കിയിട്ട് ആ കൊള്ളാലോ, ഒരു ചെറുക്കന്റെ ബോഡിയിലാണ് ഞാൻ കയറിയേക്കുന്നത്, എക്സ്ക്യൂസ് മീ ഷാമൻ നിനക്ക് സുഖമാണോ എന്നിന് ഇവന് സംസാരിക്കാൻ വരുമ്പം അവളാണ് ദേഷ്യത്തി ഉപ്പെടുത്ത് ഇവന്റെ ദേഹത്ത് എറിഞ്ഞിട്ട് ഇവനെ പോയിക്കോളാൻ പറയും. അപ്പനാണ് അവനും മര്യാദയ്ക്ക് അടങ്ങിയിരുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവളെ പേടിപ്പിച്ച ഉടനെ അവളും മൊത്തത്തിൽ എന്തേന്നറിയാൻ സൈലന്റ് ആയിട്ടിരിക്കും. കൂടാതെ ഈ പ്രേതം ഇതിനു മുമ്പേ ഇവൾ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നൊക്കെ അകത്തിരുന്ന് കണ്ടു കാണും. അങ്ങനെ അന്നോട്ടെ ഈ പ്രേതത്തിന് അവളോട് ക്രഷ് ഉണ്ട്. അതുകൊണ്ട് അവന് വലുതായിട്ട് ഇവൾക്ക് ഡേഞ്ചർ ആവുന്ന രീതിയിലൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അവന് ഹലോ പറഞ്ഞോണെന്ന് പറഞ്ഞിട്ട് അത് ഇവളുടെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാൻ വേണ്ടി വരുമ്പം ഇവൻ ഇവളെ ടച്ച് ചെയ്ത ഉടനെ പെട്ടെന്ന് ഗിന്നു അങ്ങ് പുറത്തേക്ക് വരും. കാരണം ഇവളെ തൊടുമ്പോഴൊക്കെ ആ പ്രേതം ഇവന്റെ അടുത്ത് നിന്ന് മാറി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രേതത്തിനൊന്നും മനസ്സിലാവാതെ ഇപ്പൊ ഞാൻ എന്തുവാ എവിടോ പോയിട്ട് തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ആ വീണ്ടും ഇവളുടെ അടുത്തേക്ക് തൊടാൻ നോക്കുമ്പോൾ തിരിച്ച് ഗിന്നു ആയിരിക്കും വരുന്നത്. കാരണം ഇവളുടെ ഇരിക്കുന്ന ആ മന്ത്രം ഇപ്പൊ വർക്ക് ചെയ്യുക. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നവനും അപ്പൊ നിന്നെ തൊട്ടാ എനിക്ക് ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവന് കാര്യം പിടികിട്ടും. അതുകൊണ്ട് അവൻ വിചാരിച്ച പോലെ ഇന്നവളെ തൊടാൻ സാധിക്കത്തില്ല. കാരണം തൊട്ടാ ഗിന്നു ആയിരിക്കും തിരിച്ചു വരുന്നത്. അതിനുശേഷം അവനും നമുക്കൊരു ഡീൽ ഇട്ടാലെന്ന് പറഞ്ഞിട്ട് ഒരേശെ ഇവൾ കണ്ണടച്ച് 10 പേര് കൗണ്ട് ചെയ്തതിനു ശേഷം ഇവനെ ഒന്ന് ആദ്യം കാണുവാണ് ഇവളുടെ ഒരു ആഗ്രഹം സഹായിച്ചാലെന്ന് പറയും. പക്ഷെ ഇവൾക്ക് മുമ്പേ ഇവൻ ഈ ലോകത്തിലേക്ക് വിളിച്ചുകൊണ്ടെന്ന് മറ്റേ ശ്യാമം കാണുവാണ് പിന്നെ അവളുടെ ആഗ്രഹം സഹായിച്ചാലെന്ന് പറയും. അങ്ങനെ ഇതും വിശ്വസിച്ച് ഇവളും എങ്കിൽ പിന്നെ നീ പറഞ്ഞ പോലെ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കൗണ്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതേ സമയത്തായിരിക്കും ജീഹോ വാതിലുറന്ന് അവിടേക്ക് വരുന്നത്. പക്ഷെ അവനായിട്ട് വാതിലുറന്നല്ല, ഇപ്പൊ ഗിന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. അങ്ങനെ അവന്റെ അകത്തുള്ള പ്രേത സന്തോഷത്തിൽ അവളും തുള്ളിച്ചാടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളുടെ അമ്മയും ബാക്കി ശ്യാമനും ഇവൻ അതിനുമ്പ് പ്രേതം പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവർക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ട് അമ്മയും അവനെ ഫോളോ ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചെന്ന് സിയോങ്ങിയെ കാണാൻ വേണ്ടി പറയും. അതേസമയം അവളും മറ്റേ ക്ലാസ്സിൽ പഠിക്കുന്ന റൗഡി പയ്യനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവന്റെ പ്രേതമൊക്കെ പോകാൻ വേണ്ടി ഉപ്പൊക്കെ എടുത്തെറിയുമ്പം അവിടേക്ക് വന്ന് മറ്റേ ശ്യാമനും നിനക്കാകെ ഉപ്പെടുത്തേറി അറിയത്തോളെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ ചേർന്ന് കുറെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷമായിരിക്കും അവന്റെ ജീവൻ തിരിച്ചു വരുന്നത്. ഇതേ സമയം ഇവിടെ ഗിന്നുവിനെ അന്വേഷിച്ച് ആ യംവയും വന്നോണ്ടിരിക്കും. പക്ഷെ സിയോങ്ങയുടെ അമ്മയായിരിക്കും അവൾ ആദ്യം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് അവളെ തടഞ്ഞിർത്തി നിന്നെ ആ പ്രേതത്തിനെ കാണാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ തടഞ്ഞിർത്തുമ്പം അവളും പറ്റുന്ന എന്തോരം ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ പ്രേതത്തിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവളുടെ അമ്മയും അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ വാളും കൊണ്ട് തടഞ്ഞിർത്തും. അപ്പനാണ് അവളും പെട്ടെന്ന് ബോധം കെട്ട് വീണ് പോകുന്നത്. അങ്ങനെ ഇത് കണ്ട അമ്മയും ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവളെ കെയർ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം മറ്റേ പയ്യനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീഹു എന്തോ സംഭവം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവള് കാര്യങ്ങളൊക്കെ പിന്നെ മനസ്സിലാക്കി തരാം, ഇപ്പൊ നീ ഇവിടെ സേഫ്റ്റി ആയിട്ടിരുന്നോ, ഇനി ഗിന്നുവിനെ കണ്ട് അടുത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ദേഹത്ത് ഉപ്പൊക്കെ എടുത്തെറിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് അവനും അവന്റെ അടുത്ത് എന്തുകൊണ്ടാ പോകണ്ടെന്ന് പറയുന്നതിന് ഇവൻ എവിടെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രിയായിട്ടും ഇവിടെ ഗിന്നുന്റെ അകത്തിരിക്കുന്ന ആ പ്രേതവും ഇവൻ ഇട്ടേക്കുന്ന യൂണിഫോം എവിടാന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്കൂൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ വാട്ടർ ഗോസ്റ്റിനെ കണ്ട പയ്യൻ അവിടെ കുറച്ച് റൗഡിമാരുടെ കൈ പെട്ട് കിടക്കും. അങ്ങനെ അവന്മാർ ഇവന്റെ പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് കണ്ട പ്രേതം അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഓ ഈ യൂണിഫോമിലാണ് നീ ഇട്ടേക്കുന്നത്, നിനക്ക് നമ്മുടെ സ്കൂൾ എവിടെന്നറിയോ എന്നിന് അവന്റെ അടുത്ത് ഡയറക്ഷൻ ചോദിച്ച് പോകാൻ വേണ്ടി നോക്കും. അപ്പനാണ് ഇത് കണ്ട റൗഡിമാരും ഇവിടെ എത്ര വലിയ സീൻ നടക്കുന്നു, നിനക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് അവനായിട്ട് അടിക്കാൻ വേണ്ടി പോകും. അപ്പനാണ് അടുത്ത സെക്കൻഡ് ഈ ഗോസ്റ്റ് അവൻ അടിച്ച് തറയിലാക്കിയിട്ട് വഴി ചോദിക്കുമ്പോഴാണോ നീ ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ പറയുന്ന പൈസ തിരിച്ച് വാങ്ങിച്ചിട്ട് ഇവനടുത്ത് പോക്കറ്റ് ഇടും. അങ്ങനെ അതിനുശേഷം മറ്റവനോട് നമ്മുടെ സ്കൂൾ എവിടാടാ മോനെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് രക്ഷപ്പെട്ടായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഇവന് പുറകെ ചെന്ന് ഫോളോ ചെയ്യുമ്പോഴാണ് ആ റൗഡികൾ ഇവനെ പോകാൻ സമയത്ത് തടഞ്ഞിർത്തും. അപ്പനാണ് അവിടേക്കൊന്ന് ജിഹോയും എടാ ഗിന്നു നീ എന്തോടെ പഠിച്ചെന്ന് എന്നിന് അവൻ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ ആ റൗഡി പയ്യന്മാരെ ഇവനടിച്ച് പഞ്ഞിക്കിട്ടോണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട അവനും എടാ നീയാണോ ഇവന്മാരെ കടിച്ചിട്ട്, ഇതൊക്കെ പോലീസ് കേസായി പിന്നെ
സീനാണ്. ഏതിന് അവൻ പേടിക്കുമ്പോഴാണ് ഗിന്നുന്റെ അകത്തിരിക്കുന്ന പ്രേതം ഇവനെ കണ്ട് നീ ആരാളെ ചേർക്കാന്ന് പറഞ്ഞ് ഇവൻ അടിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പോഴാണ് ജിഹയും എടാ നമ്മളെ കട്ട ഫ്രണ്ട്സ് ആണ്, ഞാനൊന്നും പാരവയ്ക്കത്തില്ല, വാ നമുക്ക് പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം എന്നിട്ട് ഇവൻ വിളിക്കുമ്പോഴാണ് ആ ഗോസ്റ്റ് മനസ്സിലാവും ഇവൻ അതേ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. ഇതേ സമയം ആ ഗിന്നുവിനെ വിളിച്ചോണ്ട് ആ ഗോസ്റ്റ് എവിടെ പോയെന്നറിയാതെ സിയോങ് കുറെ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവന്റെ അകത്ത് പ്രേതമുള്ള കാര്യം അറിയാതെ ജിഹയും നിന്റെ അടുത്ത് നിന്ന് എന്തിനാടാ സിയോങ് മാറി നിൽക്കാൻ പറഞ്ഞെന്നറിഞ്ഞ് ഇവനോട് തന്നെ ചോദിക്കും. അപ്പോഴാണ് ഗിന്നുവിന്റെ അകത്തിരിക്കുന്ന പ്രേതവും ഓ അവൾ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞായിരുന്നോ, അപ്പൊ എന്തേലും കാര്യം കാണും ചെറുക്ക, നീ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഇപ്പോഴത്തേക്ക് നിനക്ക് നല്ലത്, കാരണം ഞാനിപ്പോ കുറച്ച് ഡേഞ്ചർ ആണ് മോനെ. ഏതിന് ഇവനും പറയുമ്പം ജിഹയ്ക്കാണ് ഒരു കാര്യം പിടിയെടുത്തില്ല, എന്തുവാണ് നീ ആള് മൊത്തത്തിൽ മാറിപ്പോയല്ലേ, അവന്മാരിൽ എന്തെങ്കിലും തലക്കിട്ട് അടിച്ചായിരുന്നു. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ഗിന്നുവിന്റെ അകത്തിരിക്കുന്ന പ്രേതമാണ് ഓക്കെ ഓക്കെ നിനക്ക് അവൾ ഇഷ്ടമാണ് ചെറുക്ക, എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി നിനക്ക് അവളൊരു ക്രഷ് ഉണ്ടെന്ന്. ഏതിന് ഇവനും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഉടനെ ജിഹയാണ് ശരിയായിട്ട് നിനക്കെന്തോടെ വട്ടായ സത്യതി ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്, കൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അവൾ ഇഷ്ടമെന്ന്, അതുകൊണ്ട് നീ അതും പറഞ്ഞ് എന്നെ കളിയാക്കുവാണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നവരെന്തെങ്കിലും അടങ്ങിയിരി. ഏതിന് ഇവനും ഗിന്നുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പഞ്ച് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ജിഹോ എത്ര അടിച്ചിട്ടും അവന്റെ അത്ര ഹൈ സ്കോറിൽ പോകാൻ പറ്റത്തില്ല, കാരണം പാവം ചേർക്കാൻ അറിയത്തില്ല ഇവൻ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രേതത്തിന്റെ അടുത്താണ്. അതുകൊണ്ട് ഇവൻ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ആ ഗോസ്റ്റാൻ ഇവനെ കണ്ടിട്ട് പറയും ബ്രോ ഇതോടെ നീ അങ്ങ് നിർത്തിക്കോ, നീ എത്ര ശ്രമിച്ചാലും എന്റെ അത്ര പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവനത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിഹോയും ഞാൻ പോയി കുറച്ചും കൂടെ കോയിൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവന് എത്ര കോയിൻ എടുത്താലും 3000 പോയിന്റ് കാര്യത്തിലെന്ന് പറഞ്ഞ് വീണ്ടും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ കണ്ണാടിക്കകത്തിരുന്ന് ഗിന്നും ഇവൻ എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും, കാരണം ഇവന് കണ്ണാടി നോക്കുമ്പോൾ ഗിന്നുവിനോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഗിന്നു മര്യാദയ്ക്ക് അവന്റെ ബോഡിയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുമ്പോൾ ആ പ്രേതം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, പിന്നെന്തോ നിനക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടെ കുറെ പിള്ളേരൊക്കെ ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കുന്ന സൗണ്ട് കണ്ട് ഇവൻ പെട്ടെന്ന് ചെവി അടച്ച് മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും, കാരണം ഇവൻ മരിച്ചത് ഒരു യുദ്ധത്തിലാന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഓർമ്മ വന്നിട്ട് അവൻ ഇവിടെ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടെ ഇവൻ അന്വേഷിച്ച് വരുന്ന സിയോങ്ങിയാണ് അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ജിഹോയും കൊണ്ട് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും, കാരണം വീണ്ടും അവൻ ഒറ്റയ്ക്കാക്കി. എന്നിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ടെന്ന് അവളാണ് നമ്മൾ ഡീൽ ചെയ്തപോലെ എന്റെ ആഗ്രഹം നീ സഹായിച്ചറണമെന്ന് പറഞ്ഞ് അവന്റെ കൈ തന്നെ ടച്ച് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവളിങ്ങനെ തൊട്ടിരുന്ന ആ പ്രേതത്തിനോടല്ല സംസാരിക്കുന്ന ഗിന്നുവിനോടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവന് ഇത് പ്രേതമല്ലെന്ന് പറയാൻ വരുമ്പോൾ അവൾ അതൊന്നും കേൾക്കാതെ എനിക്ക് ഗിന്നുവിനെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് നീ അവന്റെ അടുത്തുനിന്ന് പോയി തരാവോ, 21 ദിവസത്തിനുള്ളിൽ മരിക്കാൻ വേണ്ടി ഇരുന്നവൻ അവൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയാവോ, ഞങ്ങളൊക്കെ അവന്റെ ജീവൻ രക്ഷിച്ച്, എന്നിട്ട് അവസാന ദിവസം നീ അവന്റെ ബോഡി കൺട്രോൾ ചെയ്ത് അങ്ങനെ. ഏതെന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഓ പാവപ്പെട്ട പയ്യൻ, അവന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, അതിനെന്ത് ചെയ്യാൻ പറ്റും. ഏതെന്ന് അവൻ അപ്സെറ്റ് ആകുമ്പോൾ അവളും അത് അവന്റെ തെറ്റൊന്നുമില്ല, അവന്റെ വിധി അങ്ങനെ ആയിപ്പോയി, ഈ ലോകത്തിരിക്കുന്ന എല്ലാരും കൂടെ അവന് മോശമായിട്ട് കണ്ടോണ്ട അവൻ തന്നെ അവനെ വെറുക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഇതിനേക്കാളും പാവം അവൻ അവനോട് ഇഷ്ടമില്ലാത്തതാ, സോ ഇപ്പോഴെങ്കിലും ഇവന്റെ അടുത്ത് നിനക്കൊന്ന് പോയിക്കോടെ എന്ന് ഇവളും കെഞ്ചുമ്പോഴാണ് അവനും ഓ ഓക്കെ, പക്ഷെ സിയോങ്ങാ ഇത് ആ പ്രേതമൊന്നുമല്ല, ഇത് ഞാനാ ഗിന്നു. ഏതിന് അവനും പറഞ്ഞ ഉടനെ ഇവൾ ഇവിടുന്ന് ഷോക്കായിട്ട് കൈ എടുക്കും. അപ്പോഴാണ് ആ പ്രേതം തിരിച്ചു വന്നിട്ട് എന്തോടി നോക്കുന്നത്. ഏതിന് അവന്റെ സൗണ്ട് കേട്ട് ഇവൾ വീണ്ടും ടച്ച് ചെയ്യും. അതിനുശേഷം അവൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്തും വിട്ടൊക്കെ അവനെ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം അവൾക്ക് കാര്യമില്ല മനസ്സിലാക്കി അവന്റെ കൈ പിടിച്ചോണ്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അമ്മയും മറ്റേ ശ്യാമനും ഇവൻ എന്തിനെങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവന്റെ കൈ വിടാൻ വേണ്ടി പറയും. പക്ഷെ അവൾ കൈവിട്ട സീനാന്ന് പറയുമ്പോൾ ആ ശ്യാമൻ എന്ത് സീനായാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ആ പ്രേതത്തിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഇവൾ വിട്ട അടുത്ത സെക്കൻഡ് തന്നെ ആ പ്രേതം ദേശെത്തി എന്തൊക്കെയാണോ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിയിട്ടേക്കുന്നത്, മര്യാദയ്ക്ക് കെട്ടയച്ചോറാ, നീയൊക്കെയാണോ ഒരു ശ്യാമൻ. എന്നിന് അവനും കുറെ ചീത്ത കളിക്കുന്നുണ്ട് പേടിച്ച് ഇവര് വീണ്ടും അവളെ ടച്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവളുടെ അമ്മയും എന്തായാലും ആ പ്രേതം പുറത്തു വന്നാല് ഇവന്റെ അടുത്തിരുന്ന് അത് അകറ്റാൻ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് അവളെ കൈ എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവളും ഗിന്നിന് കുറച്ച് സമയം പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ പ്രാർത്ഥന ചെയ്യാന്ന് പറഞ്ഞ് അവനിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവരാണ് അവൻ അതേ കണ്ട് ചിരി വന്നിട്ട് ഡേ എന്തൊക്കെയാണ് ഇലയെ കൊണ്ടുവരുന്നത്, ഇതെന്തുവാ സാധനം, നിങ്ങൾക്ക് പ്രേതത്തിന് പറഞ്ഞു വിടുവാണോ അല്ലെ വല്ലതും പാചകം ചെയ്യുകയാണോ. ഏതിന് അവൻ അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവർക്കൊന്നും മനസ്സിലാവാതെ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ലെന്ന് തോന്നുന്നത്. ഏതിന് അവർ വേറെ മെത്തേഡ് യൂസ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇവന് നേരെ മന്ത്രമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം, ഇത് നല്ല ടേസ്റ്റാ, ഇനി കുറച്ച് സാധനങ്ങളുണ്ട് വെറൈറ്റി ആയിട്ട് എറി, ഒരേ സാധനം എടുത്തെറിഞ്ഞാൽ എനിക്ക് ബോറടിക്കും കഴിക്കാൻ. ഏതിന് അവൻ ഇവരെയൊക്കെ ടാക്കിക്കൊണ്ടിരിക്കും. അതോടെ അവരും കുരുമുളകും എല്ലാ സാധനം എടുത്ത് ഇവനെ നേർക്ക് എറിയുമ്പം അവനും ഇതും കുഴപ്പമില്ല, ടേസ്റ്റ് മാറുമ്പം അതും പൊളിയാ. ഏതിന് അവന് സംസാരിച്ചോണ്ട് പെട്ടെന്ന് അവന്റെ കെട്ടയച്ചിട്ടിട്ട് ഞാൻ പോവാ ഷാമൻസ് എന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അപ്പോഴാണ് ഇവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം ഗിന്നും പുറത്തേക്ക് വന്ന ഉടനെ അവസാനം ഇവളും കരഞ്ഞോണ്ട് ഈ ലാസ്റ്റ് ദിവസം ഈ പ്രേതം നിന്നെ തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവസാനം ഇവർ രണ്ടുപേരുടെ കൈയും കെട്ടിയിട്ടിട്ട് ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനം എടുക്കും. പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഇതെന്തൊരു ദുരന്തമായി പോയെന്ന് പറഞ്ഞ് അവർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവരും ഗിന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ 4 സൈഡും വലിച്ചു പിടിച്ച് കെട്ടിയിടും. അപ്പോഴാണ് ജസ്റ്റ് ഇവളൊന്ന് കൈയെടുത്ത ഉടനെ ആ പ്രേതമാണ് കണ്ട് ഷോക്കായിട്ട് എന്തോടെ എന്നെ ചെയ്തിട്ടേക്കുന്നത്,
പറയുന്നത്? തള്ളെ മര്യാദയ്ക്ക് എന്നെ അയച്ചുവിട്ടേക്ക്, അല്ലേ നിങ്ങളൊക്കെ ഞാൻ അടിച്ച് പീസാക്കും. എന്നിന് അവളുടെ അമ്മയെ ശബ്ദം ഉണ്ടാക്കുമ്പോ തന്നെ ഇവള് വീണ്ടും ടച്ച് ചെയ്യും. അതിനുശേഷം ബോധത്തിലേക്ക് വന്ന ഗിന്നും ഞാനല്ല മറ്റേ പ്രേതോ സംസാരിച്ചെന്ന് പറഞ്ഞ് അവരോട് സോറി വയ്ക്കും. അതിനുശേഷം ഇവർ റൂമിൽ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ അകൽച്ച വേണമെന്ന് പറഞ്ഞിട്ട് അവരെ വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. ഇതിനുശേഷം ആ പ്രേതം എന്തൊക്കെ കാണിച്ചു വിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്ത് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. Kissing boo, taste breakfast, lunch, and gin and juice, and that dinner just like this at two. And when we French refresh, give me two. When I bite that lip, come get me two. You want lipstick, lip gloss? 아 지각이잖아.